Who is the most important person in my life? മലയാളത്തിൽ പറയും. ഇത് ശരിക്കും ഫൗളാണ്. സിനിമന്റെ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് വി ഹിദ്വാനാദി ബ്ലോഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ഹൂ നോസ് മീ ബെറ്റർ. അപ്പോൾ നമ്മൾ സിസ്റ്റർ വേഴ്സസ് മദറാണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അത് എന്നെ പറ്റിയാണ്, പിന്നെ എൻ്റെ ഇഷ്ടത്തെ പറ്റിയായിരിക്കും. ഓക്കെ, സത്യത്തിൽ ഇതുകൊണ്ട് ഒരു ഇഷ്ടം എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടുന്ന മാർക്ക് ഓൽക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും. ശരിക്കും യെസ്, ഉമ്മച്ചിക്ക് അറിയോ എന്റെ ഇഷ്ടങ്ങളെല്ലാം? നോക്കാം, ചോദിക്കണേ. നിങ്ങൾക്ക് എത്ര ചോദ്യം വേണം ചോദിക്കാമല്ലോ ഇപ്പോൾ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. സിമ്പിൾ വെച്ച് തുടങ്ങാം നമുക്ക്. ഓക്കെ, ആൻസർ പറയൂ. ജൂലൈ 11, 2008. സെയിം. അപ്പോൾ രണ്ടാൾക്കും ഓരോ പോയിന്റ് വെച്ചായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സിമ്പിൾ തുടങ്ങാനാണ് പ്ലാനിങ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം, അല്ലെങ്കിൽ ഒരു കോംബോ എഴുതിയാലും മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോംബോ എന്തെങ്കിലും ഒരു ഫുഡ് ആയിട്ട് എഴുതിയാൽ പോരെ. എനിക്ക് ഇഷ്ടം ഉണ്ടാവണം. ഉമ്മച്ചേരി എന്തായാലും അടിക്കൂ. ഓക്കെ, പറയും. ചിക്കൻ, മന്തി. ചിക്കൻ ഒരു ഫുഡ് ഐറ്റം ആണോ? അല്ലേ? ചിക്കൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരു ഉദ്ദേശം ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു പറയുമ്പോൾ ഒരു ദോശ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ കോംബോ എന്ന് ദോശയും ചമ്മന്തിയും ഷവായി മാത്രം കിട്ടി തിന്നൂലേ? അതൊന്നും. പക്ഷെ ചിക്കൻ അപ്പൊ ഷവായി നമ്മൾ ചെയ്ത് കണ്ടോ? മന്തി ചിക്കൻ ഐറ്റം ആണല്ലോ അത്. നമുക്ക് രണ്ടാൾക്കും ഓരോ പോയിന്റ്. എനിക്ക് ചിക്കൻ ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. കറന്റ്ലി ഞാൻ കുടിക്കുന്നത് ചായ ഓർ കോഫി, അല്ല ചായ ഓർ കാപ്പി. കറന്റ്ലി എൻ്റെ ഫേവറേറ്റ് കേട്ടോ. രണ്ടും കുടിക്കാത്ത ഒരാളാണ്. അങ്ങനെ വേണ്ട, കൂടുതൽ ഞാൻ കുടിക്കുന്നത് അത് മതി. കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാൻ ഉള്ളത് പറഞ്ഞോ. ചായ. കറക്റ്റാണ്. എൻ്റെ ഹോബി സിമ്പിൾ. ഫോണിക്കളി. അതന്നെ. ഉമ്മച്ചി ഫോൺ പ്ലേ ചെയ്താൽ മതി, പിന്നെ ഫോൺ നെറ്റിട്ട് ഐഫോണൊക്കെ ഇട്ട് നിർത്തി. ഒരു മാർക്ക് കിട്ടില്ലേ? ഓക്കെ, ഉമ്മച്ചീൻ്റെ കുടുംബത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേഴ്സൺ. ഞാൻ രണ്ടാളെ എഴുതണോ? ഒരാളിടാ. സിമ്പിൾ. ഉമ്മച്ചി ഞാൻ രണ്ടാളെ എഴുതണമെന്നല്ലേ എനിക്ക് കിട്ടി. ഉമ്മച്ചിക്ക് 0, അതിൽ 0 അടി. ഒരു 0 ഉമ്മച്ചി കിട്ടി. ഇതും ഇനി ഒരു 2 0 കൂടെ ഫുൾ ടൈം വരെ കൂടുതൽ കളിക്കാം. ഓക്കെ, ബാപ്പാൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ നിൽക്കുന്ന ആരുടെയാ? സുൽത്താൻ മുഹമ്മദ്. വേറെ ആരില്ലല്ലോ കമ്പനിക്ക്. അത് അങ്ങനെ കൃത്യം രണ്ടാളും കിട്ടി. സിമ്പിൾ. ഏറ്റവും കൂടുതൽ ഞാൻ പുറലേക്കാണ് മുളിപ്പിച്ചിട്ടുണ്ടാവില്ലേ സ്കൂളിൽ നിന്ന്. അത് ഏത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോ? LKG. അനക്ക് ഉമ്മച്ചി ഹാദീന്റെ പ്രഗ്നൻസി ടൈമില് ഏത് കുട്ടി വേണമെന്ന് ആഗ്രഹം? ഇംഗ്ലീഷ് മതി. ഗേള് പെണ്ണ്. തെറ്റ്, രണ്ടാള് തെറ്റ്. ആൺകുട്ടി ഇല്ലേ പോലെ നീ പോന്ന് പറഞ്ഞെന്ന് ഓർമ്മ നേരം. രണ്ടാളെയും തെറ്റ്, രണ്ടാളെയും തെറ്റാ.
അല്ല സത്യത്തിൽ ആൺകുട്ടി വേണമെന്നേനു. ഓക്കെ, എന്നെ ഇപ്പോൾ LKG തൊട്ട് ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് 1ലേക്ക് കയറുന്നു. ഈ കാലയളവിൽ എന്നെ പഠിപ്പിച്ച ഏതെങ്കിലും 2 ടീച്ചർമാർ വരും, ഏതെങ്കിലും 2 ടീച്ചർമാർ, 2 12 കൊല്ലം പഠിച്ചില്ല ഞാൻ. അതിപ്പോ ഞാനിങ്ങനെ അറിയാം, ഒന്നെനക്കറിയാം. ഉമ്മച്ചി 10ാം ക്ലാസ് തന്നെ എഴുതി അപ്ഡേറ്റഡ്. അമ്മച്ചിക്ക് എല്ലാം അറിയായിരിക്കൂലേ? അന്നത്തെ സിമ്പിൾ ആണ്. LKG എല്ലാം ആലോചിച്ചോക്ക്. LKG എനിക്ക് അറിയൂ. അതാണ് കറക്റ്റാ കിട്ടുന്ന ഉറപ്പ്. ഓക്കെ, കറക്റ്റ് ആൻസർ ചിഞ്ചു ടീച്ചറും ബിന്ദു ടീച്ചറും. ബിന്ദു ടീച്ചറാണ് ഇപ്പോൾ 10ാം ക്ലാസ് പഠിപ്പിച്ച. ഉമ്മച്ചി ഷാർലറ്റ് മിസ്സും, ഷാർലറ്റ് ടീച്ചറിനെയും ബിന്ദു മിസ്സിനും. എനിക്ക് എൻ്റെ 9ാം ക്ലാസ് മാത്രം ഓർമ്മയുണ്ട്. നമ്മളിപ്പോ മെഞ്ഞാന്ന് വിളിച്ചതില് എനിക്ക് ഷാർലറ്റ് ടീച്ചറിനെ 9 പഠിപ്പിച്ചു, 10ന്ന് ബിന്ദു ടീച്ചർ, എന്നിട്ട് എൻ്റെ ചിഞ്ചു ടീച്ചർ LKG. 2 റെഡിയാണ്. ഒരു മാർക്ക് വെച്ച് മതി. ഓക്കെ, അപ്പോൾ 1 മാർക്ക് ഉണ്ടാക്കുക. ഈ 13 ദിവസത്തിനല്ലേ? ഓക്കെ, 9 മാർക്ക് കിട്ടിക്കുന്നു. മജിക്ക് 12 ഉണ്ട്. ഓക്കെ, ഈ വീട്ടിൽ ഒരു സന്തോഷ ന്യൂസ് വന്നാൽ, ഒരു ഗുഡ് ന്യൂസ് വന്നാൽ ഞാൻ ആരോടാണ് ആദ്യം പറയാറ്? ഏത്? ആദ്യം എന്റെ തരാനുള്ളവരോട് ഇന്ന ആളോട് ഒന്നുമില്ല. എന്റെ കുറച്ച് എനിക്ക് വളരെ സിമ്പിൾ. നീൻ തോൽക്കാൻ എനിക്ക് വളരെ സിമ്പിൾ. മൈ ഫേവറേറ്റ് കളർ. അതിപ്പോ എനിക്കറിയാം. എനിക്കറിയാം എന്തായാലും. ഏതാ? നമുക്ക് വൈറ്റ് അല്ലേ? വൈറ്റ് ടീഷർട്ട് അല്ലേ എപ്പോഴും എടുത്തിടല്? അതുകൊണ്ടല്ല, അതാ ടീഷർട്ടിനോടുള്ള ഇഷ്ടം കണ്ട. ആ ബ്ലാക്ക് ഷർട്ട് വാങ്ങിയപ്പോ കണ്ടില്ലേ കീറിയത്? പുതിയ ഷർട്ട് കഴിഞ്ഞോ? ഇഷ്ടം. എന്റെ ഏറ്റവും വലിയ പേടി എനിക്ക് എന്തുവാ, വേറെ പോവാൻ കഴിയല. പണ്ടത്തെ പേഴും ഞാൻ ഈ എഴുതിക്കാം. പണ്ട് എനിക്ക് പ്രേതം പേടി, ഇപ്പൊ ഒറ്റക്ക് എടുക്കാൻ വേണ്ടി. ശരി. അമ്മ, ഞാൻ ലാസ്റ്റ് കണ്ട കുറച്ച് സിനിമ കൊണ്ടിരിക്കുക. ആ മതി. തിയേറ്ററിൽ പോയിട്ട് ഇപ്പം പോയി കണ്ട സിനിമയാവും. എന്താ കിട്ടും? അതിന്റെ പേര് എന്താ കിട്ടും? മച്ചി കിട്ടും. എനിക്ക് പേരറിയൂല. എന്റെ പേര് ഞാനും അതായത് ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ? ഓക്കെ, ഫോണില് ഉമ്മച്ചൊന്ന് നോക്കാതെ നമ്മള് ഉമ്മച്ചിക്കോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇട്ടിക്കില്ലേ? ഉമ്മച്ചി പക്ഷേ യൂട്യൂബ് ആണ് എടുത്തത്. ഞാനത് പേര് നോക്കാൻ വേണ്ടിട്ടാണ്. പേരുകൾ നോക്കിട്ട് അല്ലാണ്ട് എനിക്കത് സിനിമേന്റെ ആയതുകൊണ്ട് എനിക്ക് അറിയൂല. എന്നാ അറിയൂല. നമുക്കൊരു മാർക്കറ്റ് നിർമ്മിച്ചിക്ക് എന്താ ഫൗൾ ഫൗൾ. ഇത് ശരിക്കും ഫൗളാണ്. സിനിമേന്റെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഏത് തരം പാട്ടുകളാണ് കേൾക്കാറ്? ഇങ്ങനെ ക്ലൂ തരാം. റാപ്പ്, വിൻറ്റേജ്, നോർമല്, ഫീൽ ഗുഡ്, മെലഡി, റൊമാൻസ്, റാപ്പ്. ഞാൻ എൻ്റെ മൂഡി അനുസരിച്ച് പാട്ടേക്കല്. അല്ല ശരി തന്നെ. ഓക്കെ, ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്? മലയാളത്തിൽ പറയും. ലൈഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാ? അന്റെയിലോ? നിന്റെ ഫാമിലി. ഓക്കെ, അത് രണ്ടുപേരെ പോയിന്റ്. ഇനിയിപ്പോ ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഉമ്മച്ചി മാർച്ചൊക്കെ വിട്ടിട്ട് എൻ്റെ സിബ്ലിങ്സുമായിട്ട് കണക്ഷൻ ഉള്ളതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം? സിബ്ലിങ്സ് വെച്ചാൽ നമ്മളെ കസിൻസ്, നമ്മളെ കസിൻസ് വേണ്ട, എന്നാ നമ്മളെ ഇത് നമ്മളെ വീട്ടില് എനിക്ക് ഉമ്മച്ചിയും ബാപ്പച്ചിയും അല്ലാണ്ട് കൂടുതൽ ഇഷ്ടം ഉള്ള ആള്?
ഇഷ്ടമാണോ കണക്ഷൻ അല്ലേ? അതന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല അത്. അപ്പൊ സിബ്ലിങ്സ് ആയിട്ട് കണക്ട് ഉള്ളവർക്കും ആവാം എന്നാണ് ഉദ്ദേശിച്ചത്. ഞാന് സീൻക അങ്ങനെയാ ജയിൻക്ക് വരും നമ്മള് സിബ്ലിങ്സ് ആയിട്ട് കണക്ഷൻ, സിബ്ലിങ്സ് ആയിട്ട് കണക്ഷൻ ഉള്ള അങ്ങനെ സത്യത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിലാണ് ഉദ്ദേശിച്ചത്. നാലാളല്ലാതെ ഇവിടെ ഉള്ള അല്ലെങ്കിൽ ആ 4, 2, 6 ആളായില്ലേ. അത് സിബ്ലിങ്സിൽ വരൂലമ്മ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അതെന്തായാലും ഞാൻ ജയിക്കാൻ ഉദ്ദേശിച്ചത്. ഹുസൈൻക്ക് വരും ഹുസൈനിക്കാൻ നമുക്ക് ഉറപ്പല്ലേ? എന്നിട്ട് എന്റെ നെഫ്യൂകളില്, അതായത് എന്റെ മരുമക്കളില് എനിക്ക് ഏറ്റവും ഇഷ്ടം നമുക്കറിയാം. ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ട് തെറ്റുപോലെ ഇപ്പൊ ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയില്ലേ? അയ്യാ ഹയ. സൂപ്പർ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണല്ലോ ഞാനും ഇതുവരെയും കേക്കണ്ട. ഓക്കെ. എന്തുകൊണ്ട് ഹയൻ ഇത്ര കൂടുതൽ? എന്റെ മോളായതുകൊണ്ട്. എന്റെ തന്നെ അവള് റെയിൻകാന്റെ ഉണ്ട്. എനിക്ക് എന്റെ ഭർത്താവായുണ്ട്. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് എനിക്ക് എല്ലാ ചോക്ലേറ്റ് ഇഷ്ടല്ലേ. ഏതാന്നാണോ ഐഡിയ പറയാ? ഇന്നതും തന്നെ ഇതുണ്ടല്ലോ കാഡ്ബറി. അമ്മ ചെയ്തിട്ടാണ് ശരി തന്നെ. ഓരോ സിൽക്ക്. ഓക്കെ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 22. നീ 3. നിർത്തിയാ പോരെ ഇത്? 25 എത്തിക്കാം. ക്വസ്റ്റ്യൻസ് കിട്ടണ്ടേ? ഇല്ല കൊറേ ക്വസ്റ്റ്യൻസ് തന്നെ. ഭയങ്കര ഇംഗ്ലീഷാ. നിങ്ങൾക്ക് തിരിയും കൂടി ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ തിരിയുണ്ട്. എന്നെ എന്താണ് ജീവിതത്തിൽ പർപ്പസ്ഫുൾ ആക്കുന്നത്? കാര്യഗൗരവമുള്ളവനാക്കുന്നത്. അത് ഇനി പറയണ്ട ആൻസർ അല്ലേ? ഉമ്മച്ചി കുറിപ്പായിട്ട് എഴുതുന്നു. എന്റെ കാര്യ ഗൗരവം കുറച്ച് മനസ്സിലായില്ല. ഞാൻ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. അതെപ്പോഴാണ്? അത് എന്ത് സാഹചര്യത്തിലാണ്? വരുമായിരിക്കും. അന്നത്തെ അവസ്ഥ പറ. ആ ചിരിയിൽ നിന്റെ കാര്യങ്ങൾ നടത്താൻ കാര്യഗൗരവോ ചെയ്ത എന്ത് റൂം സർവീസ് പള്ളിയാൽ റൂംസില് ഇവന്റെ കാര്യം നടത്താൻ ഏറ്റവും കാര്യഗൗരവമായിട്ട് സത്യസന്ധമായി ഉമ്മച്ചി ആൻസർ പറയാ. എന്റെ കാര്യം വരുമ്പോ ഞാൻ എന്ത് കാര്യം അതൊക്കെ മനസ്സിലായില്ല. ഇനിയിപ്പോ ഫോണെല്ലാം വാങ്ങാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ ഫോണ് തരണം. അപ്പൊ ഞാൻ എന്താക്കും? പാപ്പച്ചി കറക്റ്റ് മസാജ് ചെയ്ത് കൊടുക്കും. പാപ്പ പറയുന്ന സമയം വരെ. അത് കാര്യഗൗരവമല്ല, അത് സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ഞാന്. ഓക്കെ. എന്നിൽ കണ്ട ഓരോ പോസിറ്റീവ് പോയിന്റുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്താലോ? പോസിറ്റീവോ? എനിക്ക് എന്താ പോസിറ്റീവ് ഉള്ളത്? നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ടേ. എന്നാ നിർത്തല്ലോ. മറ്റുള്ളവരുള്ള പെരുമാറ്റം സോപ്പിങ്. ഓന്റെ ഷോപ്പിംഗ് ആണ് ഉമ്മച്ചി നല്ല കാര്യം എഴുതിയേ. മറ്റുള്ളവരുടെ പെരുമാറ്റം അതൊക്കെ ഫാമിലിക്ക് വേണ്ടി ക്യാഷ് ചെലവാക്കാൻ മടിയില്ല. ഇനി നേടിയ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ളത് എന്താ പറയാ? ഏജ് ഉമ്മച്ചി അതെന്നെ എഴുതിക്കണ്ടോ? SSLC റിസൾട്ടിലെ മാർക്ക്. റിസൾട്ട് വാലിഡേറ്റ് ചെയ്യാം. എല്ലാവരും കൂട്ടിയിട്ട് സൈഡിലൂടെ ഇങ്ങനെ എഴുതി എത്ര മാർക്ക് ഉണ്ട്? 25-ൽ എത്ര? 1 2 3 4. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയല്ലേ, ഞാൻ ഓൺ ചെയ്യും. അപ്പോ വിന്നർ ഉമ്മച്ചിക്ക് 22 പോയിന്റ്. 25-ല് അന്നത്താക്ക് വെറും 17 പോയിന്റ്. ഉമ്മച്ചിക്ക് 3 എണ്ണം, അന്നത്താക്ക് 5 എണ്ണം തെറ്റി. സോ അവർ വിന്നർ ഈസ് തെറ്റുണ്ടല്ലോ. എന്താ 5 എനിക്ക് തെറ്റി. ഇതാ 1 2 3 4 5 6 കറക്റ്റ്. 6 7 തെറ്റിയ 7 എണ്ണം. അപ്പോ അവർ വിന്നർ ഈസ് സഫ്രീന റഷീദ്.